അദ്ദേഹം പറയുന്നുണ്ട്, പഠിച്ച് 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 അദ്ദേഹം ഭഗവാനെ കണ്ടപ്പോഴേ അഗ്രേ പശ്യാമി. എങ്ങനെയാ കണ്ടത്? നിബിഡതര കളായാവലീ ലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തതുദരേ ദിവ്യ കൈശോരവേഷം. ഇത് കണ്ടിട്ട് മേൽപ്പത്തൂരിൽ ഇത് കണ്ടിട്ട് നമ്മളെ കൂടി കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിൽ ഓരോ വർണ്ണനയിലൂടെയും ആ ഭഗവാനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളിവിടെ കാണണം, ഞാൻ കണ്ടു, ഞാൻ കണ്ടു, നിങ്ങളും കൂടെ കാണണം. അങ്ങനെ നമ്മളോട് പറയും, ഞാൻ കണ്ടു, നിങ്ങളോട് കാണും. നമ്മളെ വിളിച്ച് നമ്മൾ അത്ഭുതമായ ചില കാഴ്ചകൾ കാണുമ്പോൾ വിളിച്ചു പറയും എന്ന് പറയുന്നത് നമ്മളെ കൂടി വിളിച്ച് കാണിക്കുകയാണ്. ആ വിളിച്ചു കാണിച്ച ഭഗവാനെ നാരായണീയത്തിൻ്റെ പാരായണത്തിലൂടെ ഓരോ വരികളിലൂടെയും നമ്മൾ കണ്ട് 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 മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പാരായണം ചെയ്യുന്ന നാരായണീയത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ഭവരോഗം നശിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ വാദരോഗം നശിക്കുന്നത്. നമുക്ക് വാദം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ വാദം ശരീരത്തിനല്ല, മനസ്സിനാണെന്ന് മാത്രം. ഞാൻ എഴുന്നേറ്റ് നടക്കുന്നില്ല, ഞാൻ ഓടുന്നില്ല, ഞാൻ ഈ പ്രായത്തിൽ ഗുരുവായൂർ വന്ന് നാരായണീയൻ പാടിയില്ലേ, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ മനസ്സിന് വാദമുണ്ട്. ആ മനസ്സിൻ്റെ വാദരോഗം മാറ്റുവാൻ വേണ്ടി നമുക്ക് ആഴത്തിൽ 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 നാരായണീയം പഠിക്കാൻ കഴിയണം. നമുക്കിന്ന് പഠിക്കാൻ സൗകര്യങ്ങളുണ്ട്, നമുക്കിന്ന് പഠിപ്പിക്കുവാൻ ആളുകളുണ്ട്, നമുക്കിന്ന് പഠിക്കുവാൻ സമയമുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. സംസ്കൃതം എന്ന് പറഞ്ഞാൽ ദുഗ്രഹമായ ഒരു ഭാഷയാണെന്നും അത് ആർക്കോ വേണ്ടി ആരോ എഴുതിയൊന്ന് ആണെന്നും എന്ന് തെറ്റിദ്ധരിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ജീവിതം പാഴാക്കിയിട്ടുണ്ട്. ഒരു 60 വർഷം നമ്മൾ പാഴാക്കി, നമ്മുടെ സംസ്കൃതത്തെ അവഗണിച്ചിട്ട്. നമുക്ക് ആ സംസ്കൃതത്തെ തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ വീട്ടിൽ കുട്ടികൾ പഠിക്കണം, നമ്മുടെ വീട്ടിലെ അമ്മമാർ പഠിക്കണം, നാം പഠിക്കണം. നമുക്ക് ഈ ഭൂമിയെ മുഴുവൻ പഠിപ്പിക്കണം. സംസ്കൃതം വ്യവഹാര ഭാഷയല്ലെന്നും സംസ്കൃതം മൃതഭാഷയാണെന്നും പറഞ്ഞ ആൾക്കാരോട് അങ്ങനെയല്ല, ഞാൻ സംസാരിക്കാൻ പോകുന്നത് സംസ്കൃതത്തിലാണെന്ന് പറഞ്ഞ് നാം സംസ്കൃതത്തിൽ സംസാരിച്ച് കേൾപ്പിക്കണം. നമ്മുടെ വീടുകളിൽ നാം സംസ്കൃതം സംസാരിക്കണം. സാധിക്കാത്ത കാര്യമല്ല. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നാരായണീയം പാരായണം ചെയ്യുമ്പോൾ അത് മനഃപ്പാഠമാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് സംസ്കൃതം പഠിക്കാൻ പറ്റും, നമുക്ക് സംസ്കൃതം ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ആസ്വദിച്ച് നമ്മൾ ഈ നാരായണീയത്തിലെ ഓരോ വാക്കിലെയും വരികളിലെയും അർത്ഥം മനസ്സിലാക്കി നാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം. ഉത്തമനായി തീരണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് ഉത്തമനായി തീരുക? ഞാനൊരു സംസ്കൃതം പറഞ്ഞതാണ്. തമസ് എന്ന് പറയുന്നതാണ് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ. ഇരുട്ടാണ്. മഹാകവി അക്കിത്തം പാടിയ പോലെ കറണ്ട് പോകുമ്പോഴേക്കും നമ്മളെല്ലാം പറയാറില്ലേ, എന്താണ്, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. അല്ല, തമസ് സുഖപ്രദമല്ല. തമസ് എന്ന് പറയുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥ മാത്രമല്ല. തമസ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അധ്യാത്മ ചൈതന്യത്തെ എല്ലാം ഇല്ലാതാക്കുന്ന ഇരുട്ടുണ്ട്. ആ ഇരുട്ടിനെ നമ്മൾ ചെയ്യണം, അതിൽ മറികടക്കണം. ആ ഇരുട്ടിനപ്പുറത്തേക്കുള്ള ലോകത്തേക്ക് നാം കടക്കണം. ആ ഇരുട്ടിനപ്പുറത്തേക്കുള്ള ലോകത്തേക്കാണ് ഭഗവാൻ അർജുനനെ കൊണ്ടുപോയത്. ആ അർജുനനെ കൊണ്ടുപോയാൽ നമ്മെ കൊണ്ടുപോകാനുണ്ട്. നമുക്ക് ഗ്രന്ഥങ്ങളുണ്ട്, നമുക്ക് ധന്യരായ പുരാണ പ്രഭാഷകരുണ്ട്, നമുക്ക് ധന്യരായ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. അതാണ് നമ്മളോട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ലോകത്തോട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അത് നമ്മളുടെ വേദ ഉപനിഷത്തുകൾ പറഞ്ഞതാണ്. സാ വിദ്യയാ വിമുക്തയെ എന്ന് വേദം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. വിദ്യ കൊണ്ട് നിങ്ങൾ വിജ്ഞാനികളാകുക, വിദ്യ നേടി നിങ്ങൾ വിമുക്തരാവുക എന്ന് വേദം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അറിവ് കൊണ്ട് നിങ്ങൾ വിജ്ഞരായി തീരുക എന്ന് ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിച്ചത്. ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ ആളുകളുണ്ടോ അവരിലേക്കെല്ലാം നമ്മൾ എത്തിച്ചേരണം. നമ്മൾ ഉണരുക, എഴുന്നേൽക്കുക, വിജ്ഞാനം നേടാൻ വേണ്ടി ആരാണോ ഉള്ളത് അവരിലേക്ക് നമ്മൾ എത്തിച്ചേരുക. നമുക്കിന്ന് എത്തിച്ചേരാൻ സംവിധാനങ്ങളുണ്ട്. ഇന്ന് വീട്ടിലിരുന്നാൽ ഗുരു നമ്മുടെ വീട്ടിൽ വരുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ എല്ലാം കയ്യിലുണ്ടാവും ഒരു ചെറിയ ഉപകരണം, ആ ഉപകരണത്തിലുണ്ട്. പക്ഷെ നമ്മൾ മടിയന്മാരാവുകയാണ്. ആ മടിയിൽ നിന്ന് മോചിതരായി നമുക്ക് ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി, നമുക്ക് പുതിയൊരു നമ്മളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള വഴിയിലേക്ക് നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ആ അജ്ഞാനത്തെ, ആ അധ്യാത്മജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. അപ്പോൾ സാന്ദ്രാനന്ദമായ ബോധാത്മകമായ അനുപമമായ കാലദേശങ്ങൾക്കപ്പുറത്ത് ഉള്ള ആ ഒരു അവസ്ഥയിലേക്ക്, കാലത്തിനും ദേശത്തിനും അതിലൊന്നും ഒതുങ്ങാത്ത നിർമുക്തമായ നിത്യമുക്തമായ 100,000 നിയമങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ള അസ്പഷ്ടമാണ് എങ്കിലും സൂക്ഷ്മമായി നോക്കിയാൽ സ്പഷ്ടമാണ്. അവിടെയാണ് അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. നമ്മൾ ബ്രഹ്മതത്വം അറിയണം.
ആ ബ്രഹ്മതത്വം അറിയുവാൻ വേണ്ടി നമ്മൾ അസ്പഷ്ടമെന്ന് തോന്നുന്നതിലേക്ക് വീണ്ടും 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 നമ്മൾ പോകണം. അതാണ് നമ്മളെ പഠിപ്പിച്ചത്. നേതി നേതി നേതി, ഇതല്ല ഇതല്ല ഇതല്ല. ഇതാണ് എന്ന് നമുക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ നമ്മൾ ഇരുട്ടിനകത്ത് മുങ്ങി. ഒരിക്കലും ഉണ്ടാകരുത്. ഇതല്ല ഇതല്ല എന്ന് ചോദിച്ച് എല്ലാത്തിനെയും ഇതിനെല്ലാം നമ്മൾ ശോഷിപ്പിക്കുക എന്ന് പറയും. നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കുമ്പോൾ നാം ആർജിച്ചതെല്ലാം ശോഷിച്ചു പോകും. നാം ധരിച്ചിരിക്കുന്ന പല ധാരണകളും കൂടുതൽ അറിവ് തേടുമ്പോൾ അതെല്ലാം ഇല്ലാതായിത്തീരും. ഇതെല്ലാം ശോഷിച്ച് അവസാനം ശേഷിക്കുന്നതുണ്ടാവും. അതാണ് ബ്രഹ്മതത്വം.